വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്ന് സംവാദിക്കലാണ്. സംവാദം ക്രിസ്തുവിനെ ആളുകൾ തൊട്ടറിഞ്ഞവരുടെ കൂടെ ആകുമ്പോൾ വിശുദ്ധാനുഭവത്തിന് മാറ്റപ്പെടുന്നു. വിശ്വാസത്തിന്റെ പാതയിൽ നമ്മെ നയിക്കുന്ന പ്രിയ വികാരിയും രാമപുരം സെന്റ് അഗസ്റ്റിൻസ് സൺഡേ സ്കൂൾ രക്ഷാധികാരിയുമായ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നതിനെ നമ്മോട് സംവദിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ അച്ഛൻ, പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛ, നമ്മുടെ സൺഡേ സ്കൂളിലെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട മണി അച്ഛ, ശ്യാമള സിദ്ധി സാറെ, രബിൻ സാറെ, പ്രിയപ്പെട്ട സ്കൂൾ ലീഡർ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, ഈ ദിവസം നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികളെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ്. നമ്മളവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ ഔദ്യോഗികമായിട്ടുള്ള പഠനം പൂർത്തീകരിച്ച് ഈ സൺഡേ സ്കൂളിൽ നിന്ന് അവർ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന പദവിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒപ്പം വിശ്വാസ സമൂഹത്തിന്റെ കരുത്തുറ്റ ഒരു ഭാഗമായി ചേരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ പ്രത്യേകം ഓർക്കുകയും തുടർന്നുള്ള ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ട് മറ്റുള്ളവരെ കൂടുതൽ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരാക്കുവാനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നമുക്കറിയാം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം, വിശ്വാസ പരിശീലനത്തിന്റെ വിഷയം വചനം ഈശോയാണ്. അവർ ഇത്രയും കാലം ഈശോയുടെ ആഴത്തിൽ ബന്ധപ്പെടുവാനും പ്രായോഗിക ജീവിതത്തിൽ ഈശോയിലൂടെ അല്ലെങ്കിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള പരിശീലനമാണ് നേടിയത്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിത്യജിക്കുവാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവുമാണ് നേടിയെടുത്തത്. പ്രിയ മക്കളെ, രാമപുരം ഇടവക സമൂഹത്തിന്റെ പേരിൽ, ഇവിടുത്തെ യോഗത്തിന്റെ പേരിൽ എല്ലാം നിങ്ങളുടെ തുടർന്നുള്ള വിശ്വാസ ജീവിതത്തിന് നല്ല കരുത്ത് ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈ ദിവസം ഇങ്ങനെ ഒരു സമ്മേളനത്തിന് തിരഞ്ഞെടുത്തത് വളരെ ഉചിതമാണ്. അതിന്റെ കാരണം, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ വചനം ഈശോ തന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തന്റെ ദൗത്യം തുടരുന്നതിന് പരമേൽപ്പിക്കുകയാണ്. ഈശോ പഠിപ്പിച്ച ജീവിതക്രമം തുടരുന്നതിനും ഈശോ പകർന്നു നൽകിയ രക്ഷയുടെ അനുഭവം പകരുന്നതിനും വേണ്ടി അവരെ ചുമതലപ്പെടുത്തുന്ന ഈ ദിവസം തിരഞ്ഞെടുത്ത ഇതിനോട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന്മാരെയും സ്നേഹമുള്ള ഹെഡ്മാസ്റ്റർമാരെയും മറ്റ് അധ്യാപകരെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഒരുപക്ഷെ നിങ്ങളോട് ഒരു പ്രസംഗം പറയുന്നതിനേക്കാൾ ഉപരിയായി ഇന്നത്തെ കാലിക സമൂഹത്തിൽ വിശ്വാസ പരിശീലകരായിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് പൊതുവെ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങളുമായിട്ട് സംവദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു ചുമതല നിർവഹിച്ചുകൊണ്ട് ഞാൻ ഈ രംഗത്ത് നിന്ന് കടന്നു പോകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുകയും തുടർന്നുള്ള നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആമുഖം അവസാനിപ്പിക്കുന്നു. കുടുംബ പ്രാർത്ഥന, വിശുദ്ധ ഗ്രന്ഥ വായന തുടങ്ങിയ കാര്യങ്ങൾ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ ചടങ്ങുകൾ മാത്രമായി മാറപ്പെടുമ്പോൾ കുടുംബത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും പങ്കുവയ്ക്കലുമൊക്കെ നഷ്ടമാകാതിരിക്കാൻ
നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ നല്ല ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ കെട്ടുറപ്പിനെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസ ജീവിതം കരുത്താർജിക്കുവാനും കുടുംബങ്ങളിലൂടെ തലമുറകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനും ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. ഇന്ന് സായാഹ്നങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് പലപ്പോഴും സമ്പർക്ക മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം സംഭവിക്കുന്നതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിലൂടെ പരമ്പരാഗതമായി കൈമാറിക്കൊണ്ടിരുന്ന വിശ്വാസ ജീവിതത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നില്ലേ എന്നതാണ് ആ ചോദ്യത്തിന്റെ കാതൽ. നമുക്കതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇതിനെ അതിജീവിക്കുന്ന ചുരുക്കം ചില കുടുംബങ്ങൾ കാണുന്നുണ്ടെങ്കിലും പൊതുവായിട്ട് നമ്മുടെ കുടുംബങ്ങളെ കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുത്തിയിരുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതിന്റെ കാരണം നമ്മുടെ കാരണവന്മാരുടെ പൂർവികരുടെ വിശ്വാസ ജീവിതം നാം നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിശ്ചിത സമയത്ത് കുടുംബ പ്രാർത്ഥന നടത്താതിരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. നിശ്ചിത സമയത്ത് കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശത്തെ മറികടക്കാൻ ആരും കുടുംബത്തിൽ ധൈര്യപ്പെട്ടിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ സായാഹ്നത്തിൽ എവിടെ പോയാലും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് തിരിച്ചു വരണമെന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്താഴം കഴിക്കുന്നതിനേക്കാൾ അത്താഴം കഴിക്കാൻ മനസ്സുള്ളവർ കഴിച്ചാൽ മതി എന്നൊരു ചിട്ടയായിരിക്കാം ചില കുടുംബങ്ങളില്. പക്ഷെ എല്ലാ കുടുംബങ്ങളിലും അത്താഴം കഴിച്ചാലും ഇല്ലെങ്കിലും കുടുംബ പ്രാർത്ഥന നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് വിചാരിച്ചിരുന്ന അത്തരത്തിൽ ക്രമീകരിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം പല മീഡിയയും ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ അല്പം അലോസരപ്പെടുത്തിയിട്ടുണ്ട്. സിപ്പി പള്ളിപ്പുറം കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബാലകവിത എഴുതി. അമ്മമാരുടെ പ്രാർത്ഥനയിലുള്ള ശ്രദ്ധയെ എങ്ങനെയായിരിക്കണം അവരവരുടെ ശ്രദ്ധക്കുറവിനെ ചിത്രീകരിച്ചുകൊണ്ടാണ്. അന്തിക്ക് പ്രാർത്ഥന ചൊല്ലിടാതെ അമ്മിഞ്ഞം കുഞ്ഞിന് നൽകിടാതെ ടിവിക്ക് മുന്നിൽ ചടഞ്ഞിരിക്കും അമ്മച്ചി എങ്ങനെ അമ്മയാകും. അപ്പൊ അമ്മ എന്ന പേരിന് ഒരു വ്യക്തി അർഹത ഉള്ളവളാക്കി തീർക്കുന്നത് ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ഈ വിരുന്ന് കുടുംബത്തില് നടത്തുന്നതിന് ആ അമ്മ നേതൃത്വം കൊടുക്കുമ്പോഴാണ് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പനും അമ്മയും കുടുംബത്തിലെ ഏറ്റവും മൂത്തവരാണ്. മൂത്തവർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട ഒരു നിർവചനം ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ കൂടി മൂത്തവരാണ്. അതുകൊണ്ട് കുടുംബത്തിൽ പഠിച്ചൊരു പാരമ്പര്യം അപ്പനെ കാണുമ്പോൾ അമ്മയെ കാണുമ്പോൾ ആദരവ് കാണിക്കണം, എഴുന്നേൽക്കണം. എന്തിനാണ് എഴുന്നേൽക്കുന്നത്? ആദരവ് കാണിക്കുന്നത്. അസല അവര് കടന്നു വരുമ്പോഴേ അവര് മൂത്തിരിക്കുന്നവരാണ്. എന്തെല്ലാം കാര്യത്തിലാണ് മൂത്തിരിക്കുന്നത്? സ്നേഹത്തില്, ധാർമ്മിക മൂല്യങ്ങളില്, അതുപോലെ വിശ്വാസ ജീവിതത്തിലെല്ലാം മൂത്തവരാണ്. അതുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പൻ വരുമ്പോൾ ഈശോ വരുന്നത് പോലെയാണ്, അമ്മ വരുമ്പോൾ ഈശോ വരുന്നത് പോലെയാണ്. അപ്പോൾ ഉടനെ കുഞ്ഞുങ്ങൾ കസ്റ്റമർമാരുടെ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് ചൊല്ലുന്നത്. കാരണം ഈശോയുടെ സ്ഥാനത്താണ് അവര്. ഇത്രമാത്രം പ്രാധാന്യമുള്ള കുടുംബ പ്രാർത്ഥന ഇന്ന് നമുക്കറിയാം. ആ സമയത്ത് ചില അവസരങ്ങളിലെങ്കിലും സീരിയൽ കാണുന്ന ആളുകളുണ്ട്. ഒരനുഭവം പറഞ്ഞാല് ഒരിക്കൽ സൺഡേ സ്കൂളിലല്ല, +2 ക്ലാസ്സിലെ പരീക്ഷയുടെ അനുബന്ധിച്ചൊരു ഗുണദോഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ആ സമയം ഒരിക്കലും നശിപ്പിക്കരുത്. ഇതെല്ലാം പറഞ്ഞ്
ഉപദേശമൊക്കെ തീർന്ന് പള്ളിയിലേക്ക് മടങ്ങുമ്പോൾ ഇടവക്കാരിയായി വെച്ച് പെൺകുട്ടികളെ ഇങ്ങനെ തുറന്നു പറയുന്നതാണ്, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ചന്ദനമഴയും പരസ്പരവും കാണാതെ വൈകുന്നേരം പഠിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. 2 സീരിയലുകളാണ്. അതിന് അത്രമാത്രം അഡിക്റ്റഡ് ആയിപ്പോയി, അഡിക്റ്റപ്പെട്ടു പോയി. ഇത്തരത്തിൽ TV സീരിയലുകൾ ഇന്ന് നമുക്ക് ഫോണിലൂടെ, വാസ്തവത്തിൽ യൂട്യൂബില്, അത് അല്ലെങ്കിൽ നമുക്കറിയാം വാട്സപ്പില്, IMOയില് ഒക്കെ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. അവിടെയെല്ലാം നമ്മുടെ ഒരു ആനുപാതികമായിട്ടുള്ള വളർച്ച നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു അപകട സാഹചര്യത്തിൽ പ്രിയ മക്കളെ, നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഭൂമുഖത്ത് ദൈവത്തിന്റെ ജീവനുള്ളവരായിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ഒരു പരിപാടിയുമില്ല. പൗലോസ് പറയുന്ന പോലെ എനിക്ക് ഏറ്റവും വിശിഷ്ടമായി, ഞാൻ വിശിഷ്ടമായിട്ട് കരുതി ഈശോയെ പ്രതി നമ്മുടെ എല്ലാ ആഹാരങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം നമുക്കറിയാം, അത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറണം. എപ്പോഴും ഒരാൾ പറയുന്നത് പോലെ ഈശോയാകണം രുചികരമായവയിൽ അതിരുചികരമൊന്നി. പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? നമ്മുടെ കാരണവന്മാര് കുടുംബ പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ളവരായിരിക്കുക. എന്തു സംഭവിച്ചാലും കുടുംബ പ്രാർത്ഥന യഥാസമയം നിശ്ചിത സമയം ഉണ്ടായിരിക്കുക, നിശ്ചിത സമയത്ത് നടത്തുക. നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും ആ സമയത്ത് കുടുംബത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന, വിശ്വാസത്തിൽ ഉറപ്പിച്ചു പോകുന്ന നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് നടത്താൻ തക്കവണ്ണമുള്ള ശ്രദ്ധയും ജാഗ്രതയും താല്പര്യവും അതിനുള്ള കൃപയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛ, അടുത്തൊരു ചോദ്യം ഇതാണ്. സൺഡേ സ്കൂളിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരിയേറെ അവസരം ഉണ്ട്. വിശ്വാസ പരിശീലനം അവസരമുണ്ട്. വർഷം പഠിച്ചു, ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോകും. ക്ലാസ്സിലെ വിശ്വാസ പരിശീലനത്തിൽ നിന്നും അവർ ഇവിടെ പറഞ്ഞു പോകുന്നു. ഇനി പള്ളികളുടെ സംഘടനകൾക്ക് SMYM പോലുള്ള സംഘടനകളിൽ അവര് അംഗങ്ങളാകുകയും അതിൽ പ്രവർത്തിക്കുന്നതിന്റെയും പ്രസക്തിയെ കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? കൊച്ചച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. 12ാം ക്ലാസ് കഴിഞ്ഞുള്ള വിശ്വാസ പരിശീലന ജീവിതം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോഷിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ. അല്പം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പച്ചയായ യാഥാർത്ഥ്യം, നമ്മുടെ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാനയില് നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും 1ാം ക്ലാസ്സിൽ ഏറ്റവും മുന്നിലാണ് നിന്നിരുന്നത്. 2-ൽ പിറകിലായി, 3-ൽ പിറകിലായി, 4-ങ്ങനെ 12ാം ക്ലാസ് വന്നപ്പോൾ നിങ്ങൾ പള്ളിയുടെ ഏതാണ്ട് പിറകുഭാഗത്തേക്ക് പോയി. 12 കഴിഞ്ഞപ്പോൾ നിങ്ങൾ പള്ളിയുടെ മോണ്ടലത്തിലായി. അതല്ലെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ നടയുടെ താഴെയായി. നമ്മുടെ രാമപുരം സെയിന്റ് അഗസ്റ്റിൻസ് ഫൊറൈൻ ചർച്ച്, ഈ പള്ളിയിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഏതാണ്ട് 3-4 മാസം കൂടിയായി. എല്ലാ ഞായറാഴ്ചയും ഹൃദയവേദനയോടുകൂടി കാണുന്നൊരു കാഴ്ച, നമ്മുടെ ഇവിടുന്ന് പോകുന്ന ചുരുക്കം യുവാക്കളെങ്കിലും, നമ്മുടെ സൺഡേ സ്കൂളിൽ പോകുന്ന ചുരുക്കം യുവാക്കളെങ്കിലും ഒന്നുകിൽ ഫോണിൽ തോണ്ടി വളരെ അശ്രദ്ധമായിട്ട് പള്ളിയുടെ മോണ്ടലത്തിൽ, ശരിക്കും പറഞ്ഞാൽ അൽത്താരയ്ക്ക് നേരെ വിരുദ്ധമായിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുണ്ടി തിരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വേണമെങ്കിൽ ഓരോ ഞായറാഴ്ചയും വന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കാരണവന്മാർക്ക്, എന്നെ കേൾക്കുന്ന കാരണവന്മാർക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം പോലും ഉണ്ടാകാതിരിക്കണം. നിർബന്ധത്തിന്റെ പേരിലല്ല, ബോധ്യത്തിന്റെ പേരില്. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം സ്വർഗത്തിന്റെ മുൻപിലാണ്. അതുപോലെ നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഭവനത്തിലാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ എത്രയോ ജാഗ്രത പുലർത്തണം. നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ കോടതിയിലായിരിക്കുമ്പോൾ എന്ത് ബഹുമാന കാണിക്കുന്നത്? അല്ലെങ്കിൽ അതുപോലെയുള്ള, നിങ്ങളെ ആരെയെങ്കിലും പ്രധാനമന്ത്രിയെ കാണാൻ കൊണ്ടുപോവാണെങ്കിൽ നിങ്ങളവിടെ പോസ്റ്റ് കാണിക്കുന്നില്ല. അതിൽ നിന്നെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ദൈവാലയം. ഈശോ പറഞ്ഞ ദൈവത്തിന്റെ ഭവനം, ദൈവാലയം. ഈ ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള തുടർ പരിശീലനമാണ് വാസ്തവത്തിൽ നമുക്ക്
ഈ പറഞ്ഞ SMYM പോലെയുള്ള സംഘടനകളിൽ നിങ്ങൾക്ക് SMYM നിങ്ങൾക്ക് ചെറുപ്പക്കാരായിരിക്കുമ്പോഴും ഏതാണ്ട് 30 വയസ്സ് വരെയെങ്കിലും ഉള്ളപ്പോൾ നിങ്ങൾ SMYM-ലാണ്. അതിനുശേഷം നമുക്ക് സംഘടനകളുണ്ട്. ഉദാഹരണത്തിന് സമുദായ സംഘടന കത്തോലിക്ക കോൺഗ്രസ്. വീണ്ടും നമുക്ക് സംഘടനകളുണ്ട്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ അമ്മമാർക്ക് മാതൃവേദിയുണ്ട് പ്രവർത്തിക്കാനായിട്ട്. മാതൃവേദിയിൽ അംഗത്വം എടുക്കാം. അതുപോലെ നമുക്ക് വിൻസെന്റ് ഡി പോളുണ്ട്. എത്രയോ സംഘടനകൾ, പിതൃവേദിയുണ്ട്. ഇതെല്ലാം നമ്മുടെ സംഘടനകളാണ്. ഇവിടെയെല്ലാം നമുക്ക് വിശ്വാസ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനാനുഭവം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുവാനുള്ള വലിയ അവസരമാണ്. അത് നമ്മുടെ ഈ സമൂഹത്തോട് വിശ്വാസ ജീവിതം എപ്പോഴും കൂടുതൽ ശക്തിപ്പെടുന്നത് വിശ്വാസികൾ ഏക മനസ്സോടെ സാമൂഹികമായിട്ട് ജീവിക്കുമ്പോഴാണ്. അതിനുള്ള ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ജീവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വചനത്തിൽ പഠിച്ചതും വിശ്വാസ പരിശീലനത്തിൽ നമുക്ക് ലഭിച്ചതും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും സാമൂഹിക ജീവിതവും കുടുംബജീവിതവും എല്ലാം തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മുടെ ക്രൈസ്തവ അസ്തിത്വം തന്നെ കുർബാനയിൽ ആഘോഷിക്കപ്പെടുകയാണ്. കുർബാനയിൽ ആഘോഷിക്കുന്ന പ്രാർത്ഥനയുടെ നേർക്കാഴ്ചയാണ് നമ്മുടെ ജീവിതം. അതെ, ഈശോയെ പോലെ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്ന ആളുകള് ദൈവത്തെ വാഴ്ത്തുകയും ജീവിതം മുറിച്ചു നൽകുകയും അങ്ങനെ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസ ജീവിതം കരുത്തുള്ളതാക്കി തീർക്കുകയാണ്. ഇത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, ഒരു സുവർണ അവസരമാണ്, വസന്തകാലമാണ് നമ്മുടെ യുവതി യുവാക്കളുടെ കാലം. ആ കാലത്തിൽ ഇങ്ങനൊരു അവസരം SMYM നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഈ വർഷം പോകുന്ന മുഴുവൻ 12ാം ക്ലാസ്സിലെ യുവതി യുവാക്കളും ആരും ക്ഷണിക്കാതെ നിങ്ങൾ നിർബന്ധപൂർവ്വം ചോദിച്ച് ഇവിടുത്തെ SMYM സംഘടനയിലേക്ക് നിർബന്ധപൂർവ്വം ചേരുവാനുള്ള ഒരു ഉൾപ്രേരണ നിങ്ങൾക്കുണ്ടാവുകയും അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ മറ്റ് സംഘടനകളിൽ തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസ പരിശീലനം കൂടുതൽ ശക്തിയോടെ നിങ്ങൾക്ക് ഇനിയും തുടർന്നുകൊണ്ട് പോകുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശ്വാസ പരിശീലനം ഈശോയെ അനുഗമിക്കുവാനുള്ള ഒരു പരിശീലനമാണ്. യുവാവായ ക്രിസ്തുവിന്റെ മാതൃക ഇന്ന് ഈ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് എങ്ങനെ തങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും? നല്ല ഒരു ചോദ്യമാണ് ഇതാക്കി ചോദിച്ചത്. വാസ്തവത്തിൽ യുവാവായ ക്രിസ്തു, നമുക്ക് ഈശോയെ കുറിച്ച് പറയാനുള്ളത് എപ്പോഴും അങ്ങനെയാണ്. കാരണം 33 വയസ്സുകൊണ്ട് ആ ജീവിതം അവസാനിച്ചു. അപ്പൊ യുവത്വത്തിന്റെ പ്രസരിപ്പ് 3 വർഷക്കാലം ലോകത്തിന്റെ മുൻപില് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ആ 3 വർഷക്കാലം ഈശോ പിതാവിനെ വെളിപ്പെടുത്തി ജീവിച്ചു, ദൈവത്തെ വെളിപ്പെടുത്തി ജീവിച്ചു. ദൈവത്തെ വെളിപ്പെടുത്തി ജീവിച്ചത് ദൈവം നമുക്കറിയാം. ഏറ്റവും മനോഹരമായിട്ടുള്ള നിർവചനം യോഹന്നാൻ ശ്ലീഹായുടെയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ നിർവചനത്തിന്റെ പ്രത്യേകത, യോഹന്നാന്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു ദൈവാനുഭവമാണ്. അത് കാൽവരി മല വരെ തുടർന്നതാണ്. ആകെ ഒരു ശിഷ്യൻ മാത്രമാണ് തിരുമരണത്തിന് സാക്ഷ്യം വഹിച്ചത്. അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ, മനുഷ്യനെ സ്നേഹിച്ച ആ മനുഷ്യ സ്നേഹി മരക്കുരിശിന് അതിദാരുണമാം വിധം നിർദ്ദയം ക്രൂശിക്കപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന അവസരത്തിൽ ആ തിരുക്കുരിശിന്റെ ചുവട്ടിൽ ചോര ഇറ്റിച്ചു വീഴുന്ന മണ്ണിൽ, ആ ചുടുമണ്ണിൽ ചവിട്ടി നിന്ന് ആ തിരുമരണം നോക്കിക്കണ്ട യോഹന്നാൻ ശ്ലീഹാ പറഞ്ഞു, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. വാസ്തവത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി സ്നേഹം മാംസം ധരിച്ചതാണ് ദൈവം, അതാണ് ഈശോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നത് സ്നേഹത്തിന് നിരക്കാത്ത സംസാരം, സ്നേഹത്തിന് നിരക്കാത്ത ചിന്ത, ദൈവത്തിന് നിരക്കാത്ത ചിന്ത, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ, ഇങ്ങനെയെല്ലാം ദൈവത്തെ മറക്കുന്ന ഒരു ലോകത്തിലേക്ക്, യഥാർത്ഥ സ്നേഹ ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് ലോകം മുന്നേറുമ്പോൾ
ഈശോയെ എങ്ങനെ യുവാക്കൾ അനുഗമിക്കണം? അത് ഈശോ പഠിപ്പിച്ച, ഈശോ ജീവിച്ച സ്നേഹത്തിന്റെ മാർഗത്തിലൂടെയാണ് അവർ നടന്നു നീങ്ങേണ്ടത്. ഏതൊരു സാഹചര്യത്തിലും ആരെയും, അതെ, നമ്മുടെ പ്രാർത്ഥന, ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ജീവിക്കുന്നത്. നെസ്തോറിയസിന്റെ അനാപ്രയുടെ അവസാന ഭാഗത്തേക്ക്, 5ാമത്തെ ഏകാന്ത പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, അവിടെ പ്രാർത്ഥനയുടെ ആ പാരമ്യത്തിലെത്തിക്കഴിയുമ്പോൾ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ നാശത്തിനും ശിക്ഷയ്ക്കും വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശോ കുരിശിൽ പഠിപ്പിച്ചൊരു മാതൃകയും അതുതന്നെയാണ്. ചുരുക്കത്തിൽ ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, യോഹന്നാന്റെ 1-ാം അധ്യായം 35 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈശോയെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിത ശൈലിയോടെ കാണാൻ സാധിക്കും. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത് വിശദീകരിക്കാനുള്ള സമയമില്ല, എങ്കിലും അതിന്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ, അവിടെ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഈശോയെ പോകുന്നു, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവിടെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു, ഇതാ പോകുന്നു, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ശിഷ്യന്മാർ ഈശോയുടെ പിറകെ പോയി. ഇപ്പൊ ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ വേണം. നിങ്ങൾ ഇനി മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അത് കഴിയുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഫോളോ ചെയ്യണം. അവിടെയാണ് അനുഗമിക്കാൻ പറയുന്നത്. ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് പറഞ്ഞാൽ വെറുതെ പുറകെ പോവുക എന്നല്ല, ഈശോയുടെ പുറകെ പോകുക എന്നല്ല. ഈശോ ഏത് മാർഗത്തിലൂടെ ചരിച്ചുവോ, ഈശോ ഏതൊരു ജീവിത ശൈലി സ്വീകരിച്ചുവോ, ആ ശൈലി പിന്തുടരുന്നതിനെയാണ് ഇവിടെ പുറകെ പോവുക. ആദ്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തില് നമുക്കറിയാം ഈശോ സംസാരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? കണ്ടോ? അപ്പൊ അവരുടെ ആ വെറുതെയോടൊരു പോക്കല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ പിറകെ പോകണം. വാട്ട് ഡു യു സീ? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവരുടെ ആ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, അങ്ങ് വസിക്കുന്നിടത്ത് വസിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, അങ്ങയോട് കൂടെ ആയിരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അത് വെളിപ്പെടുത്തുകയാണ്. ഈശോ എന്താ പറഞ്ഞത്? കം ആൻഡ് സീ, വന്ന് കാണുക. വരിക, കാണുക എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾക്ക് സുവിശേഷ വ്യാഖ്യാതാക്കൾ കൊടുക്കുന്ന മനോഹരമായ അർത്ഥം ടു ബിലീവ്, വിശ്വസിക്കുക. അപ്പൊ ഈശോയുടെ പുറകെ പോകുന്നത് ഈശോയുടെ വിഷയമുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്ന പോക്കാണ്. ഈശോയെ കൂടുതൽ കാണാനും ഈശോയെ കൂടുതൽ കേൾക്കാനും അനുഭവിക്കുവാനുള്ള പോക്കാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? They went, അവർ പോയി, വാസ്തവത്തിൽ പിറകെ പോയി. അവർ ചെന്നു, കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു? കൂടെ വസിച്ചു. വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പൂർത്തീകരണം. പിറകെ പോകുക, ചെല്ലുക, കാണുക, എന്നിട്ട് കൂടെ വസിക്കുക. കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ ഈ പറയുന്നതൊന്നും വാസ്തവത്തിൽ ഒരു ഉത്തരവായിട്ട് പറയാൻ വേണ്ടി പറയുന്നില്ല, മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സൺഡേ സ്കൂൾ പരിശീലനം മുഴുവനും ജലരേഖകളായിട്ട് മാറുകയാണ്. വ്യർത്ഥമാണ്. ഈ സാറന്മാരുടെ അധ്വാനം മുഴുവൻ വ്യർത്ഥമാണ്. ഇവിടെ പഠിച്ചിറങ്ങുന്ന നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതമാണ് ഈ സൺഡേ സ്കൂളിന്റെ സാക്ഷ്യം, സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ പിറകെ പോകാൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈശോയെ കാണാൻ ചെന്നു, കണ്ടു, കീഴടങ്ങി. നമ്മൾ പറയാതെ ഈശോയുടെ കൂടെ ആയിരിക്കാം. മെനയിൽ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് എത്രയോ അർത്ഥം ഉള്ള വാക്കാണെന്ന് അറിയാമോ? കൂടെ വസിക്കുക. കൂടെ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ വസിക്കുന്നു? ആ വസിക്കുന്ന ആളെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ട്, അവബോധം കൊണ്ട് ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള വ്യക്തിഗത അനുഭവത്തിലാണ് നിൽക്കുന്നത്. അല്പം കടത്തി പറഞ്ഞാൽ നമ്മൾ ഒരാളെ പ്രേമിക്കുകയാണെങ്കിൽ പ്രേമം ഒത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? പ്രേമഗായകൻ ഏറ്റവും ഊഷ്മളമായിട്ട് എഴുതിയിരിക്കുന്ന ആരാ? ഇവിടെ നിക്കോളാസ് ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട്, പിള്ളേർക്കൊക്കെ അറിയാം. അവന് എന്താ പറയുന്നത്? അവനിങ്ങനെ പറയും, ഇന്ന് ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുറിച്ചുള്ളവയായിരിക്കും. ഇന്ന് ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളവയായിരിക്കും. പിള്ളേർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ കിനാക്കളുടെ ലോകത്ത് പ്രണയത്തിൽ അങ്ങേയറ്റം മനസ്സ് നിറയെ സ്നേഹിക്കുന്നയാള്, ഹൃദയം നിറയെ സ്നേഹിക്കുന്നയാള്, തല നിറയെ സ്നേഹിക്കുന്നയാള്, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കിനാക്കളെല്ലാം
ചങ്ങമ്പഴി പറയും പോലെയാണ്, പൊന്നിൽ കുളിച്ചുള്ളവയായിരിക്കും ഇന്ന് ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളവയായിരിക്കും. ഈശോയുടെ കൂടെ പോയി അവിടെ കൂടെ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്ന കിനാക്കളെല്ലാം നമ്മുടെ ആ ലോകം മുഴുവൻ ഈശോയെ കൊണ്ട് നിറഞ്ഞൊരു ലോകമാണ്. പിന്നെ നമ്മുടെ നോട്ടം കണ്ട ഈശോ നോക്കുന്നത് പോലെയാണ്, നമ്മുടെ പ്രവർത്തികൾ കണ്ട ഈശോയുടെ പ്രവർത്തികളാണ്. അത്രമാത്രം ഈ ഉപരിപ്ലവമായിട്ടുള്ള ഭാവനയുടെ തലങ്ങളിൽ നിന്ന് അല്പം കൂടി ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിബന്ധത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ് ആകണം നമ്മുടെ ഈ അനുധാവനം. കർത്താവ് എന്നെ അങ്ങയുടെ സമാധാനത്തിന് ഉപകാരമാക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ പശ്ചാത്തലത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ എന്ന നിലയിൽ ആശ്വസിക്കപ്പെടാൻ ശ്രമിക്കുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ടോ? ഫ്രാൻസിസ് അസീസി രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാളാണ്. സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് എന്തുമാത്രം അദ്ദേഹം താതാത്മ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫ്രാൻസിസ് അസീസി ഈ പ്രാർത്ഥിച്ച കാര്യം, സമാധാന പ്രാർത്ഥന, സുവിശേഷത്തിന്റെ സാരസംഗ്രഹം ജീവിച്ച് അതിൽ സ്വർഗീയ ആനന്ദം അനുഭവിച്ച ഒരു മനുഷ്യൻ അത് പ്രാർത്ഥനാ രൂപത്തിലാക്കിയതാണ് വാസ്തവത്തിൽ ബെൽവിൻ സാറ് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ ഭാഗം. സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുക, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുക. അതിൽ അങ്ങനെയുള്ള ആ വചനങ്ങൾ മുഴുവനും വാസ്തവത്തിൽ സുവിശേഷം കാച്ചി കുറുക്കിയെടുത്താൽ അതിനകത്ത് നമുക്ക് ഉൾച്ചേരാനായിട്ട് സാധിക്കും. അതാണ് സുവിശേഷത്തിന്റെ സാര സംഗ്രഹമാണ് അവിടെ കാണുന്നത്. ഇത് പറയുമ്പോൾ ഫ്രാൻസിസിന്റെ ഒരു ജീവിതത്തിൽ ഒരു കുഞ്ഞ് സംഭവം ഉണ്ടെന്നത് അസിസിയും ബ്രദർ ലിയോയാണ് എപ്പോഴും കൂടെ വന്നിരുന്നയാള്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലിയോയും അസിസിയും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഒരു കണ്ടത്തിന്റെ വരമ്പിലൂടെ നടന്നു പോകുന്നത്. അപ്പൊ ആ കണ്ടത്തിൽ ചെടിക്കകത്തൊരു ഒരു ചേട്ടൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നുണ്ട്. ചേട്ടനൊരു ഗൗരവം, ചേട്ടൻ ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴേ ഫ്രാൻസിസ് ആണ് നടന്നു പോകുന്നത്, ഒന്ന് പിടികിട്ടി. ഉടനെ അയാൾ ജഡുതിയില് ഇവരുടെ അടുക്കിലേക്ക് പാഞ്ഞു വന്നു. എന്നിട്ട് രൂക്ഷമായിട്ട് ഒന്നോട് നോക്കിയിട്ട് ഫ്രാൻസിസിനോട് ചോദിച്ചു, താൻ ഫ്രാൻസിസ് അല്ലേ? രൂക്ഷമായ ചോദ്യത്തിന് മുൻപിൽ ഫ്രാൻസിസ് വളരെ വിനയാന്വിതനായി പോവുക. അതെ. രണ്ടാമത്തെ വാചകം അത്ര കൃത്യമായിരുന്നില്ല. ഓ, വലിയ വിശുദ്ധനാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. ഫ്രാൻസിസ് അതിൽ ശാന്തമായിട്ട് കേട്ടു, ഒന്നും പ്രതികരിച്ചില്ല. മൂന്നാമത് ഈ പാടത്തുനിന്ന് കയറുന്ന ചേട്ടൻ പറഞ്ഞു, വളരെ വലിയൊരു മുന്നറിയിപ്പായിരുന്നു പിന്നത്തെ വാചകം. അങ്ങനെ ആയിരിക്കണം കേട്ടോ. വലിയ വിശുദ്ധനാണെന്നാണ് കേട്ടതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇത് കേട്ട അയാളെ ഞാൻ പോയി കഴിഞ്ഞപ്പോഴേ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ ലിയോയോട് ഫ്രാൻസിസ് ഈ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ലിയോ നീ കണ്ടോ, ആ ചേറ്റിൽ നിന്ന് ഈശോ കയറി വന്ന് എന്നെ ശകാരിച്ചിട്ട് വീണ്ടും ആ ചേറ്റിലേക്ക് പോയി. ആ ചേറ്റിൽ നിന്ന് ഈശോ കയറി വന്ന് എന്നെ ശകാരിച്ചിട്ട് വീണ്ടും ആ ചേറ്റിലേക്ക് പോയി. വാസ്തവത്തിൽ ഈശോയിൽ ജ്വലിക്കുന്ന വിപ്ലവാത്മകമായ സ്നേഹത്തിന്റെ ചൈതന്യം കത്തിജ്വലിക്കുന്ന ഒരു മനസ്സിന്റെ ഭാവമാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു മനസ്സിന്റെ മുഴുവൻ ചൈതന്യമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഇന്ന് പെരുമിസാറിൽ ചോദിച്ച ആ ചോദ്യത്തിന് പ്രസക്തിയായിരുന്നു. കാരണം നമ്മളെല്ലാവരും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മുഴുവൻ ആളുകൾ കൊതിക്കുന്നത് സ്നേഹിക്കപ്പെടാനാണ്. പലപ്പോഴും അവിടെ പരിപ്പും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല, എന്നെ ആരും ശ്രദ്ധിക്കാനില്ല, എന്നെ ആരും പരിഗണിക്കാനില്ല, എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല. ലോകത്തിന്റെ രീതിയിൽ അങ്ങനെ. പണ്ട് ഇവിടെ ഒരു യുവഗായകൻ ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്കറിയാം യുവഗായകനെ. അതിനു മുൻപ് ഈ യുവഗായകൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെച്ചൊരു കുറിപ്പുണ്ട്. ലോകത്തിൽ ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം, അംഗീകരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം, അതെ, ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. എനിക്ക് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. അതെ, വാസ്തവത്തിൽ ലോകത്തിന്റെ രീതി അതാണ്. ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്ത
എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ സ്വർഗത്തിന്റെ ജീവിതം. താമരപ്പൂ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെടിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. പക്ഷെ ചെടിയുടെ കളറോ നിറമോ ഗുണമോ ഒന്നുമല്ല അതിനുള്ളത്. ചെടിയിൽ തൊടാതെയാണ് നിൽക്കുന്നത്. അതല്ലേ പങ്കത്തിൽ നിന്ന് ചെന്താമര. നമ്മള് മിന്നൽക്കൊടി കണ്ടിട്ടുണ്ട്, കാർമേഘത്തിൽ നിന്ന് മിന്നൽക്കൊടി. കാർമേഘത്തിൽ നിന്ന് മിന്നൽക്കൊടി വരുമ്പോഴത്തേക്ക് കാർമേഘത്തിന്റെ കളറോ ഭാവോ ഒന്നുമില്ല. അതുപോലെ തിന്മയുടെ ഈ ലോകത്ത് തിന്മയ്ക്ക് അടിപ്പെടാതെ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ ആഗ്രഹങ്ങളും ഒന്നും യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തു വിശ്വാസിയുടെ മനസ്സിനെ ഒട്ടും സ്വാധീനിക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അവൻ പണം സ്വന്തമാക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ കൊതിക്കുകയാണ്. അവൻ അംഗീകാരം ആഗ്രഹിക്കുന്നതിന് പകരം മറ്റുള്ളവരെ അംഗീകരിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അവൻ സ്നേഹം ലഭിക്കുന്നതിന് ശ്രമിക്കുന്നതിന് പകരം സ്നേഹം ലഭിക്കാത്ത ആളുകളുടെ അടുക്കിലേക്ക് ഓടുകയാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ധീര ക്രിസ്തു സാക്ഷ്യം നൽകുന്ന വ്യക്തികളെ അനവധി നമുക്ക് കാണാൻ സാധിക്കും. കൊറോണ ബാധിച്ച് വളരെ കഠിനമായിട്ട് ബാധിച്ച ആളുകളെ ശുശ്രൂഷ ചെയ്തിട്ട് അവസാനം ഇതേ രോഗം ബാധിച്ച് മരിച്ച ആളുകൾ ഈ നാടുകളിൽ നമ്മൾ കണ്ടു. മൊറോക്കോയിലെ ഫാദർ ഡാമിയനെ ഓർമ്മിപ്പിക്കുന്ന ആളുകളാണ് അവർ. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഉജ്ജ്വലമായ സാക്ഷ്യം നൽകുന്ന ആളുകൾക്ക് അസീസിയുടെ ഈ പ്രാർത്ഥന വാസ്തവത്തിൽ സ്വർഗത്തിന്റെ ശബ്ദമായിട്ട് ജീവിതത്തിൽ എന്നും അനുഭവിക്കുവാനും അതിന് സാക്ഷ്യം വഹിക്കുവാനും സാധിക്കണം. അതുകൊണ്ട് ആ പ്രാർത്ഥനയും വളരെ പ്രശസ്തമാണ്. ആ പ്രാർത്ഥന നൽകുന്ന ചിന്തകൾ ഇന്ന് പ്രായോഗികമാക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അത് മറ്റുള്ളവരെ മാറ്റിക്കൊണ്ടല്ല, സ്വയം മാറിക്കൊണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സെന്റോപ്പില് വളരെ പ്രസക്തമായിട്ടുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉന്നയിച്ച വ്യക്തികളോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ സൺഡേ സ്കൂളിനെ വളരെ നന്നായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ 12ാം ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിച്ച, അതിനുവേണ്ടി യാതൊരു പ്രതിഫലവും പറ്റാതെ നിശ്ചിത സമയം മാറ്റിവെച്ച് ഈ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് യാത്ര പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ 2 സ്കൂളിൽ, പ്രത്യേകിച്ച് രാമപുരം സെന്റ് അഗസ്റ്റിൻ പുറയിൽ ചർച്ചിലെ നമ്മുടെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സിബി സാറും അതുപോലെ മെൽവിൻ സാറും ഇവരുടെ സേവനത്തെ ഞാൻ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അനുസ്മരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, കഴിഞ്ഞ വർഷം നമ്മുടെ പ്രിയപ്പെട്ട ആലഞ്ചേരീശനായിരുന്നു അവിടെ അമനകരയിലെ സൺഡേ സ്കൂളിന്റെ ചാർജ്. അച്ഛൻ കോളേജിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ വർഷം നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോഴും പകരമായിട്ട് വന്നത് മാനിയച്ഛനാണ്. ഞാൻ ആലഞ്ചേരി അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങളോട് ചേർന്ന് അച്ഛൻ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ സൺഡേ സ്കൂളിനെ നന്നായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം, ജോലി ചെയ്യുന്നതിൽ ഒരിക്കലും മടിയില്ലാത്ത, അധ്വാനിച്ച ക്ഷീണം അറിയിക്കാത്ത ഫ്രാൻസിസ് അച്ഛൻ. അതുപോലെ തന്നെ അച്ഛൻ്റെ അതേ സ്വഭാവത്തിന് ക്ലാസ്മേറ്റ് കൂടിയാണ് മണിയച്ഛൻ. അതേ ചേർന്ന് നിൽക്കാൻ, ഒന്നിനൊന്ന് കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യാൻ വളരെ സമർത്ഥരായിട്ടുള്ള 2 പ്രിയപ്പെട്ട കൊച്ചന്മാര് 2 സൺഡേ സ്കൂളിൽ ഉത്തരവാദിത്വം വഹിക്കുന്നു. ഇതെല്ലാം നമുക്ക് വലിയ ഭാഗ്യമാണ്. ഒത്തിരി ജോലി ചെയ്യുന്ന സൺഡേ സ്കൂൾ സെക്രട്ടറിമാര് ആനീസമ്മയുണ്ട്, ബ്രിജിറ്റമ്മയുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.